ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് കസ്റ്റാർഡ് ആണ്. അപ്പൊ അതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഈ കസ്റ്റാർഡ് പൗഡർ. അത് ഞാൻ ഈ സ്പൂണിൽ 5 സ്പൂൺ ഇട്ടിരിക്കുന്നത്. പിന്നെ ഒരു പാത്രത്തിൽ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്, അതും ഈ സെയിം സ്പൂൺ തന്നെ 6 സ്പൂൺ നമ്മളെടുത്തു. പിന്നെ 1/2 ലിറ്ററിൽ പാലാണ് വേണ്ടത്. പിന്നെ ആവശ്യത്തിന് വെള്ളം. ഇനി നമുക്ക് ഇതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ഒരു പാത്രത്തിലേക്ക്, ഇങ്ങനത്തെ പാത്രം തന്നെ എടുത്തിരിക്കുന്നത്, അങ്ങനത്തെ ഒരു പാത്രത്തിലേക്ക് 5 സ്പൂൺ കസ്റ്റാർഡ് പൗഡർ അതിനെ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഫുള്ളും കൂടി ഇട്ട് കൊടുക്കുക. 5 സ്പൂണാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ് നമ്മൾ വെള്ളം എടുത്തിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ഈ സ്പൂൺ വെച്ച് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കണം. ഒരു തരി പോലും ഇല്ലാത്ത വിധത്തിലായിരിക്കണം നമ്മൾ ഇളക്കേണ്ടത്. കാരണം ഇത് ഫുള്ള് ലിക്വിഡ് ആയിട്ട് വരണം. ഇത് കട്ട പിടിച്ചിരിക്കാൻ പാടില്ല. ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ടുണ്ട്. ഒരു തരി പോലും ഇല്ലാത്ത ഇതിലാണ് നമ്മൾ ഇളക്കിയേക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ പാത്രത്തിന് 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് നമ്മളിത് ഫുള്ള് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന 6 സ്പൂൺ പഞ്ചസാര ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇത് നേരെ ഗ്യാസ് കത്തിച്ചിട്ട് ഇത് നമ്മൾ തിളപ്പിക്കണം. ഇനി ഇത് നമ്മൾ കൈ എടുക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരുന്നാലും മാത്രമേ ഇതിങ്ങനെ കറക്റ്റ് പാകത്തിന് കട്ടിയായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പാത്രം എടുത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇങ്ങനത്തെ മൂടി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഫ്രീസറിനകത്ത് വെക്കുമ്പോൾ കറക്റ്റായിട്ട് അങ്ങനെ ഇരുന്നോളും. ഇതിപ്പോ കൈ എടുക്കാണ്ട് ഇളക്കണമെന്ന് പറഞ്ഞത്, ഇത് കൈ എങ്ങാനും ഇളക്കാണ്ട് വിട്ട് കഴിഞ്ഞാൽ അത് അടുക്കി പിടിച്ച് കരിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ നമ്മള് പുഡിങ് പോലെയാണ് കസ്റ്റാർഡ് ഉണ്ടാക്കുന്നത്. ഭയങ്കര തിക്കായിരിക്കും. അതുകൊണ്ടാണ് 5 സ്പൂൺ എടുത്തത്. ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട് സലാഡിലൊക്കെ ഒഴിക്കണ പോലെ വെള്ളം പോലെ വേണമെങ്കിൽ 3 സ്പൂൺ എടുത്താൽ മതി. അപ്പോൾ എൻ്റെ അനിയന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടവന്. പിന്നെ മധുരം ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ കുറച്ച് മധുരം കൂട്ടാട്ടോ. ഞങ്ങൾക്കിപ്പോൾ മധുരം കുറച്ച് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് 6 സ്പൂൺ എടുത്തത്. അല്ലെങ്കിൽ ഒരു 4-5 സ്പൂണൊക്കെ എടുത്താൽ മതി. 5 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ കണ്ടു ഇപ്പം തിക്കാവണം. കണ്ടില്ല? അതുപോലെ നമ്മൾ തിക്കാവണം. കുറേ നേരം നമ്മൾ ഇളക്കണം. കുറച്ച് ക്ഷമ വേണം ഇത് ഉണ്ടാക്കണമെങ്കിൽ. നല്ല ശരിക്കും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാലേ നമുക്ക് ഇതുപോലെ തിക്കായിട്ട് കിട്ടുള്ളൂ. ശരിക്കും ഇളക്കി കൊടുക്കണം നമ്മൾ. ശരിക്കും ഇളക്കി കഴിഞ്ഞാൽ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ശരിക്കും കയ്യിലൊക്കെ നല്ല ചൂടടിക്കണുണ്ട്. ഇങ്ങനെ ഗ്യാസ് അടുപ്പിൽ നല്ല ചൂടടിക്കണം. കാരണം നമ്മൾ ഈ സ്റ്റീൽ ഇതും കൂടെയാണല്ലോ പിടിച്ചേക്കുന്നത്. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫർ ആകുമ്പോൾ നല്ല ചൂടടിക്കും. ഈ സ്പൈവായിട്ടുണ്ട്, നല്ല തിക്കായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി തിക്കാണെങ്കിൽ നമ്മൾ കാത്തിരിക്കണം. ഇപ്പൊ ഞാൻ അവൻ പറഞ്ഞ പോലെ തന്നെ അത് നമ്മളിപ്പോ ഇത്രയും കട്ടി കഴിയുമ്പോൾ സിമ്മാക്കണം. അതുകൊണ്ട് അവൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ സിമ്മാക്കിയിട്ടുണ്ട് ഇവിടെ. എനിക്കിത് ഇഷ്ടമാണ്. ഒരു ദിവസം ഞാൻ ചേട്ടൻ ഉണ്ടാക്കിയപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ട്. ചേട്ടിപ്പോ തിളച്ചില്ലേ? ആ ശരിയാണ്, അവൻ പറഞ്ഞ ശരിയാണ്. കൊള്ളാലോ. ഇപ്പൊ അവൻ പറഞ്ഞ ശരിയാണ്, തിളച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് സ്റ്റൗ ഓഫ് ആക്കണം. ഈ ഫോമിൽ കിട്ടും നമുക്ക്. കണ്ടോ, ഈ കൺസിസ്റ്റൻസിയാണ് 5 സ്പൂൺ ഇതിട്ട് കഴിയുമ്പോൾ കിട്ടുന്നത്. ഇളക്കി കൊടുക്കുക. ഇതിപ്പോ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തായിരുന്നു. ഇനി തണുക്കുന്നത് വരെ നമ്മള് നല്ല ചൂടുണ്ട്. തണുക്കുന്നത് വരെ നമ്മളിവിടെ വെച്ചേക്കണം. അത് തണുത്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാൻ പറ്റുള്ളൂ. ഈ തിക്നെസ് കിട്ടുന്നുണ്ടോ?
കുറച്ചുകൂടി തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി തിക്നെസ് കൂടും. ഈ തിക്നെസ് ആയാൽ കസ്റ്റാർഡ് റെഡി ആവുള്ളൂ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി വെച്ചിരുന്ന അത് കണ്ടില്ല, തിക്കായിട്ട് വന്നിട്ടുണ്ട്. കസ്റ്റാർഡ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്രീസറിലേക്ക് ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ 2 മണിക്കൂർ വെച്ച് ഇനി നമുക്ക് തുടർന്ന് നോക്കാം. നോക്കിക്കേ, കറക്റ്റായിട്ട് ഇപ്പം നന്നായിട്ട് ഇരിക്കണുണ്ട്. കറക്റ്റായിട്ട് ഇപ്പം നന്നായിട്ട് ഒരു സ്പൂൺ എടുത്തേടാ, കണ്ട നല്ല തിക്കായിട്ടിരിക്കണില്ലേ? നല്ല തിക്കായിട്ടാ വന്നേക്കണത്. ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇനി കഴിച്ചു നോക്കാം ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ കഴിച്ചു നോക്കാൻ പോവാണ്. നമ്മൾ ഔട്ട്ഡോറിലേക്ക് വന്നിരിക്കുവാണ്. നമുക്ക് ഇത് കഴിച്ചു നോക്കണം. ഹാൻസിലെ കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട്? അടിപൊളി, പൊളിയാണോ? അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരാൾ ഭയങ്കര ബിസിയാണ്. അപ്പോൾ താങ്ക് യു.